സുരേന്ദ്രനാഥ് ദാസ്ഗുപ്തയുടെ എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഫിലോസഫി എന്ന അതിബൃഹത്തായ ഗ്രന്ഥത്തിന്റെ ആദ്യഭാഗങ്ങളിലൂടെയുള്ള ഒരു അഗാധമായ ദാർശനിക യാത്രയാണിത്. കേവലം രാഷ്ട്രീയ മാറ്റങ്ങളിലോ സാമ്രാജ്യങ്ങളുടെ തകർച്ചകളിലോ അല്ല, മറിച്ച് ഭാരതത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നത് അതിന്റെ അവിഛിന്നമായ ദാർശനികവും ആത്മീയവുമായ അന്വേഷണങ്ങളിലാണ്. ഈ ഗ്രന്ഥം കേവലം ഒരു ചരിത്രാഖ്യാനമല്ല, മറിച്ച് അത്യന്തം സൂക്ഷ്മവും സുതാര്യവുമായ യുക്തിചിന്തയുടെയും വ്യാകരണശാസ്ത്രത്തിന്റെയും അടിത്തറയിൽ പടുത്തുയർത്തിയ ഗഹനമായ ഒരു ദാർശനിക സൗധത്തിന്റെ അനാവരണമാണ്. പാശ്ചാത്യ തത്വചിന്തയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി, വൈദിക കാലഘട്ടം മുതൽ ആരംഭിക്കുന്ന ഈ ചിന്താപ്രവാഹം അനേകം ശാഖകളായി പിരിഞ്ഞ് പരസ്പരം സംവദിച്ചും ഖണ്ഡിച്ചും വളർന്നതിന്റെ ചരിത്രമാണ് നാം ഇവിടെ അന്വേഷിക്കുന്നത്. സംസ്കൃതത്തിലെ ദാർശനിക പദങ്ങളെ പാശ്ചാത്യ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുക എന്നത് അസാധ്യമാണെന്ന് ദാസ്ഗുപ്ത നിരീക്ഷിക്കുന്നുണ്ട്. കാരണം ഓരോ പദത്തിനും നിരുക്തത്തിന്റെയും വ്യാകരണത്തിന്റെയും പിൻബലമുള്ള അഗാധമായ അർത്ഥതലങ്ങളുണ്ട്. നമുക്ക് ഭാരതീയ ദർശനങ്ങളുടെ മാതാവായ വേദങ്ങളിൽ നിന്നുതന്നെ ആരംഭിക്കാം. വിദ് അഥവാ അറിയുക എന്ന ധാതുവിൽ നിന്ന് ഉത്ഭവിച്ച വേദശബ്ദത്തിന് അറിവ് എന്നാണ് അർത്ഥം. വേദങ്ങളെ ശ്രുതി എന്നും വിളിക്കുന്നു. വ്യാകരണപ്രകാരം ശ്രൂയതേ ഇതി ശ്രുതി, ഗുരുമുഖത്തുനിന്നും കേട്ടുപഠിക്കുന്നത് എന്നർത്ഥം. വേദങ്ങളുടെ പ്രാരംഭഘട്ടമായ സംഹിതകളും ബ്രാഹ്മണങ്ങളും പ്രധാനമായും യാഗങ്ങളെയും കർമ്മകാണ്ഡത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. യാഗങ്ങളും അനുഷ്ഠാനങ്ങളും വഴി ഇഹലോകത്തും പരലോകത്തും നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്ന വിശ്വാസമായിരുന്നു അവിടെ മുന്നിട്ട് നിന്നിരുന്നത്. ഇവിടെ ബ്രഹ്മം എന്ന പദത്തിന് അക്കാലത്ത് മന്ത്രം, യാഗം അല്ലെങ്കിൽ യാഗത്തിലൂടെ ഉളവാകുന്ന മാന്ത്രിക ശക്തി എന്നൊക്കെയായിരുന്നു അർത്ഥം. ബൃഹ അഥവാ വളരുക, വികസിക്കുക എന്ന ധാതുവിൽ നിന്നാണ് ബ്രഹ്മശബ്ദത്തിന്റെ ഉത്പത്തി. എന്നാൽ ബ്രാഹ്മണങ്ങളിൽ നിന്നും ആരണ്യകങ്ങളിലൂടെ കടന്ന് ഉപനിഷത്തുകളിൽ എത്തുമ്പോൾ ഭാരതീയ ദർശനം അതിന്റെ അത്യുന്നതമായ ആന്തരിക അന്വേഷണങ്ങളിലേക്ക് തിരിയുന്നു. ബ്രാഹ്മണങ്ങളുടെ കർമ്മകാണ്ഡത്തിൽ നിന്നും ഉപനിഷത്തുകളുടെ ജ്ഞാനകാണ്ഡത്തിലേക്കുള്ള മാറ്റം ഭാരതീയ ദർശനചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടമാണ്. ബൃഹദാരണ്യക ഉപനിഷത്തിന്റെ തുടക്കത്തിൽ അശ്വമേധയാഗത്തിലെ കുതിരയെ പ്രപഞ്ചത്തിന്റെ പ്രതീകമായി ധ്യാനിക്കാൻ നിർദ്ദേശിക്കുന്നത് നാം കാണുന്നു. അതായത് ബാഹ്യമായ യാഗകർമ്മങ്ങൾക്ക് പകരം ആന്തരികമായ ചിന്തയ്ക്കും പ്രതീകാത്മകമായ ധ്യാനത്തിനും പ്രാധാന്യം കൈവരുന്നു. എന്താണ് ഉപനിഷത്ത്? ഈ പദത്തിന്റെ വ്യാകരണം ശ്രദ്ധേയമാണ്. ഉപ എന്നാൽ സമീപത്ത്, നീ എന്നാൽ നിശേഷം അഥവാ ശ്രദ്ധയോടെ, സത് എന്നാൽ ഇരിക്കുക. ഈ പദങ്ങൾ ചേർന്നുണ്ടായ ഈ വാക്കിന്റെ അർത്ഥം ഗുരുവിന്റെ അടുത്തേക്ക് തികഞ്ഞ ശ്രദ്ധയോടെ അറിവ് നേടാനായി ഇരിക്കുക എന്നാണ്. എന്നാൽ സാക്ഷാൽ ശ്രീ ശങ്കരാചാര്യർ സത് ധാതുവിന് നശിപ്പിക്കുക എന്ന അർത്ഥം നൽകി അവിദ്യയെ അഥവാ അജ്ഞാനത്തെ പൂർണ്ണമായും നശിപ്പിക്കുന്ന ശാസ്ത്രം എന്ന് ഉപനിഷത്തിനെ നിർവചിക്കുന്നു. ദാരാഷുക്കോ പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ഉപനിഷത്തുകൾ ലാറ്റിനിലൂടെ വായിച്ച പാശ്ചാത്യ ദാർശനികനായ ഷോപ്പൻഹോവർ ഇതിൽപരം ഉന്നതമായ ഒരു ദർശനം ലോകത്തില്ല എന്ന് പ്രഖ്യാപിച്ചതും ഇവിടെ നാം ഓർക്കണം. ഉപനിഷത്തുകളുടെ കേന്ദ്രബിന്ദു ആത്മാവും ബ്രഹ്മവും ഒന്നാണ് എന്ന കണ്ടെത്തലാണ്. പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവായി ഋഗ്വേദത്തിൽ വർണ്ണിക്കപ്പെടുന്ന വിശ്വകർമാവിൽ നിന്നോ ഹിരണ്യഗർഭനിൽ നിന്നോ അല്ല ഉപനിഷത്തുകളിലെ ബ്രഹ്മസങ്കല്പം ഉണ്ടാകുന്നത്. അത് ആന്തരികമായ അന്വേഷണത്തിന്റെ ഫലമാണ്. പ്രജാപതി ഇന്ദ്രനും വിരോചനനും നൽകുന്ന ഉപദേശത്തിൽ ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം അന്വേഷിക്കുന്നത് നാം കാണുന്നു. ശരീരമാണ് ആത്മാവ് എന്ന് വിശ്വസിച്ച് അസുരനായ വിരോചനൻ മടങ്ങുമ്പോൾ ഇന്ദ്രൻ വീണ്ടും വീണ്ടും ചോദ്യങ്ങളുമായി പ്രജാപതിയെ സമീപിക്കുന്നു. സ്വപ്നാവസ്ഥയിലെയും സുഷുപ്തിയിലെയും അഥവാ ഉറക്കത്തിലെയും ആത്മാവിനെ കടന്ന് സകല ദുഃഖങ്ങൾക്കും അതീതമായ ജനനമരണങ്ങളില്ലാത്ത സച്ചിദാനന്ദ സ്വരൂപമായ പരമാത്മാവിനെ ഒടുവിൽ ഇന്ദ്രൻ തിരിച്ചറിയുന്നു. ഈ പരമമായ സത്യത്തെ പോസിറ്റീവായി നിർവചിക്കാൻ കഴിയില്ല എന്ന് ഉപനിഷത്തുകൾ പറയുന്നു. നേതി നേതി, ന ഇതി ന ഇതി, ഇതല്ല എന്ന നിഷേധരൂപത്തിലുള്ള അതിപ്രശസ്തമായ അന്വേഷണ പദ്ധതിയിലൂടെ വാക്കുകൾക്കും ചിന്തകൾക്കും അതീതമായ ആ പരമത്വത്തെ അവർ കണ്ടെത്തി. പ്രപഞ്ചം മുഴുവൻ ബ്രഹ്മമാണെന്നും
നാനാത്വം എന്നത് വെറും നാമരൂപങ്ങളുടെ ഭ്രമമാണെന്നും അവർ ഉദ്ഘോഷിച്ചു. ഉപനിഷത്തുകളുടെ ഈ കേവല ശാശ്വതവാദത്തിന് സമാന്തരമായിട്ടാണ് BC 5-ാം നൂറ്റാണ്ടോടെ തികച്ചും വ്യത്യസ്തമായ ഒരു ദാർശനിക പ്രവാഹമായി ബുദ്ധ-ജൈന ദർശനങ്ങൾ ഉയർന്നുവന്നത്. ബുദ്ധദർശനത്തിന്റെ അടിസ്ഥാനശില പ്രതീത്യസമുൽപാദം എന്ന സിദ്ധാന്തമാണ്. എന്താണ് ഈ പദത്തിന്റെ വ്യാകരണാർത്ഥം? പ്രതീത്യസമുൽപാദ, അതായത് ഒന്നിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ ഒന്നിന്റെ സാന്നിധ്യത്തിൽ മറ്റൊന്ന് ഉണ്ടാകുന്നു. ഇതനുസരിച്ച് പ്രപഞ്ചത്തിൽ ശാശ്വതമായ ഒന്നുമില്ല, എല്ലാം പരസ്പരബന്ധിതമാണ്. ബുദ്ധമതത്തിലെ ഈ അസ്ഥിരതാവാദം പിന്നീട് അത്യന്തം സൂക്ഷ്മമായ ക്ഷണികവാദമായി വികസിച്ചു. എല്ലാം ഓരോ നിമിഷത്തിലും ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുന്നു. സ്ഥിരമായ ഒരു ആത്മാവില്ല. അനാദിയായ അവിദ്യയിൽ നിന്നും ഉത്ഭവിക്കുന്ന ദ്വാദശനിദാനങ്ങൾ അഥവാ 12 കണ്ണികളുള്ള ചക്രമാണ് സംസാരദുഃഖത്തിന് കാരണം. അവിദ്യയിൽ നിന്നും സംസ്കാരങ്ങളും, അതിൽ നിന്നും വിജ്ഞാനവും, അതിൽ നിന്നും നാമരൂപങ്ങളും, പിന്നെ ഷഡായനങ്ങളും, സ്പർശവും, വേദനയും, തൃഷ്ണയും, ഉപാദാനവും, ഭവവും, ജാതിയും അഥവാ ജനനവും, ഒടുവിൽ ജരാമരണങ്ങളും ഉണ്ടാകുന്നു. ബുദ്ധമതപ്രകാരം മനുഷ്യൻ എന്നത് ശാശ്വതമായ ഒരു ആത്മാവല്ല, മറിച്ച് 5 സ്കന്ധങ്ങളുടെ ഒരു കൂട്ടം മാത്രമാണ്. രൂപം, വേദന, സംജ്ഞ, സംസ്കാരം, വിജ്ഞാനം എന്നിവയാണവ. ഇതിൽ സംജ്ഞ എന്നാൽ ഒരു അടയാളത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയുന്ന പ്രത്യാഭിജ്ഞാന പ്രക്രിയയാണ്. സംസ്കാരം എന്നാൽ ഈ ഘടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന അഭിസംഗരോന്തി എന്ന് പറയപ്പെടുന്ന മാനസിക വ്യാപാരമാണ്. ഇവയെല്ലാം ക്ഷണികമാണ്. ശീലം, സമാധി, പ്രജ്ഞ എന്നീ മാർഗങ്ങളിലൂടെ തൃഷ്ണയെ പൂർണ്ണമായും ഇല്ലാതാക്കുമ്പോഴാണ് നിർവ്വാണം സിദ്ധിക്കുന്നത്. ബുദ്ധമതത്തിൽ പിന്നീട് അനേകം ശാഖകളുണ്ടായി. ഇതിൽ ഹീനയാനവും മഹായാനവും പ്രധാനമാണ്. മഹായാനത്തിൽ നാഗാർജുനന്റെ മാധ്യമിക ദർശനം അഥവാ ശൂന്യവാദം അതിരറ്റ പ്രാധാന്യമർഹിക്കുന്നു. ശൂന്യത എന്നാൽ വെറും ഇല്ലായ്മ അല്ല. സ്വഭാവേന ശൂന്യം ഇതി ശൂന്യത, അതായത് ഒരു വസ്തുവിനും അതിന്റേതായ തനതായ സ്വതന്ത്രമായ സത്തയോ സ്വഭാവമോ ഇല്ല. ഇതിനെ നിസ്വഭാവത്വം എന്ന് പറയുന്നു. എല്ലാം പരസ്പരാശ്രിതമായതുകൊണ്ട് ഒന്നിനും സ്വന്തമായി അസ്തിത്വമില്ല എന്ന് നാഗാർജുനൻ സമർത്ഥിച്ചു. സത്ത് അഥവാ ഉള്ളത്, അസത് അഥവാ ഇല്ലാത്തത്, സദസത് അഥവാ ഉള്ളതും ഇല്ലാത്തതും, അനുഭയം അഥവാ ഇതൊന്നുമല്ലാത്തത് എന്നീ 4 കോടികൾക്കും അതീതമായ ചതുഷ്കോടി വിനിർമുക്തം എന്ന് പറയപ്പെടുന്ന അവസ്ഥയാണ് ശൂന്യത അഥവാ നിർവ്വാണം. മഹായാനത്തിലെ മറ്റൊരു ദാർശനികനായ അശ്വഘോഷൻ തതത എന്ന ദർശനം അവതരിപ്പിച്ചു. എല്ലാം അതിന്റെ തനതായ അവസ്ഥയിൽ നിലകൊള്ളുന്നു, അതിനെ നാമരൂപങ്ങൾ കൊണ്ട് നിർവചിക്കാനാവില്ല. ഈ തതത ദർശനം ഉപനിഷത്തുകളിലെ ബ്രഹ്മസങ്കല്പത്തോട് വളരെ അടുത്തുനിൽക്കുന്ന ഒന്നാണ്. ഇതിൽ നിന്നും വ്യത്യസ്തമായി യോഗാചാര അഥവാ വിജ്ഞാനവാദികൾ ബാഹ്യലോകത്തെ പൂർണ്ണമായും നിഷേധിച്ച് സകല അനുഭവങ്ങളും കേവലം ചിത്സൃഷ്ടിയാണെന്ന് വാദിച്ചു. ആലയവിജ്ഞാനം, അതായത് സകല വാസനകളുടെയും ബോധത്തിന്റെയും ഇരിപ്പിടം മാത്രമാണ് സത്യമായിട്ടുള്ളത്. ബാഹ്യമായ പ്രപഞ്ചം എന്നത് അനാദിയായ വാസനകൾ കാരണം ചിത്തത്തിലുണ്ടാകുന്ന വെറും പ്രൊജക്ഷൻ മാത്രമാണ്. പിന്നീട് വന്ന സൗത്രാന്തിക ബുദ്ധമതക്കാർ ബാഹ്യലോകത്തെ അംഗീകരിക്കുകയും ഒരു വസ്തുവിന്റെ അസ്തിത്വത്തെ അർത്ഥക്രിയാകാരിത്വം എന്ന സങ്കല്പത്തിലൂടെ നിർവചിക്കുകയും ചെയ്തു. അർത്ഥം എന്നാൽ പ്രയോജനം അഥവാ ഫലം, അതിനെ ക്രിയ ചെയ്യാൻ അഥവാ ഉത്പാദിപ്പിക്കാൻ കഴിവുള്ളത് എന്നാണ് വ്യാകരണാർത്ഥം. അതായത് ഒരു ഫലം ഉളവാക്കാൻ കഴിയുന്നതെന്തോ അത് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഇന്നലത്തെ വിത്തല്ല ഇന്നത്തെ മുള, അതിനാൽ വിത്ത് ക്ഷണികമാണ്. ഈ വാദം ക്ഷണികവാദത്തെ അത്യന്തം യുക്തിഭദ്രമാക്കി. ധർമ്മകീർത്തിയുടെയും ദിങ്ങാഗന്റെയും നേതൃത്വത്തിൽ ബുദ്ധമത യുക്തിശാസ്ത്രം ഭാരതീയ ദർശനത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു. പ്രത്യേകിച്ച് ധർമ്മകീർത്തിയുടെ കൽപ്പനാപോടമഭ്രാന്തം എന്ന പ്രത്യക്ഷലക്ഷണം, അതായത് നാമരൂപങ്ങളാൽ കൽപ്പിക്കപ്പെടാത്തതും ഭ്രമമില്ലാത്തതുമായ അറിവാണ് യഥാർത്ഥ പ്രത്യക്ഷം എന്ന സിദ്ധാന്തം ഹൈന്ദവ നൈയായികർക്ക് വലിയ വെല്ലുവിളിയായി മാറി. ഇനി ബൗദ്ധദർശനത്തിന് സമാന്തരമായി വളർന്ന ജൈനദർശനത്തിന്റെ ഗഹനതയിലേക്ക് നീങ്ങാം.
ബുദ്ധമതത്തിലെ ക്ഷണികവാദത്തെയും ഉപനിഷത്തുകളിലെ കേവല ശാശ്വതവാദത്തെയും ഒരുപോലെ നിരസിച്ച് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ജൈനർ അനേകാന്തവാദം മുന്നോട്ടുവെച്ചു. എന്താണ് അനേകാന്തം? ഏകാന്തവാദം. അതായത് ഒരു വസ്തുവിനെക്കുറിച്ചും ഒരൊറ്റ കോണിൽ നിന്നും കേവലമായ ഒരു നിഗമനത്തിൽ എത്താൻ കഴിയില്ല. അനുഭവങ്ങൾ പരിശോധിച്ചാൽ ഒരു വസ്തു മാറുന്നുണ്ട്, എന്നാൽ അതിന്റെ ഒരു ഭാഗം സ്ഥിരമായി നിൽക്കുന്നുമുണ്ട്. സ്വർണം ഉരുകി ആഭരണമാകുമ്പോൾ രൂപം മാറുന്നു, എന്നാൽ സ്വർണം എന്ന സത്ത മാറുന്നില്ല. അതിനാൽ ഒരു വസ്തു ഒരേസമയം നിത്യവും എന്നാൽ മാറ്റങ്ങൾക്ക് വിധേയവുമാണ്. ഇതിനെ ഉത്പാദവ്യയ ധ്രുവയുക്തം സത് എന്ന് പറയുന്നു. ഈ വിശാലമായ ചിന്തയിൽ നിന്നുമാണ് ജൈനരുടെ അതിപ്രശസ്തമായ സ്യാത്വാദം അഥവാ സപ്തഭംഗി നയം ഉണ്ടാകുന്നത്. സംസ്കൃതത്തിൽ സ്യാത് എന്നാൽ ഒരുപക്ഷെ അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ എന്നാണർത്ഥം. ഒരു വസ്തുവിനെയും കേവലമായി നിർവചിക്കാനാവാത്തതുകൊണ്ട് എല്ലാ പ്രസ്താവനകളും സാപേക്ഷമാണ്. സ്യാത് അസ്തി അഥവാ ഒരർത്ഥത്തിലുണ്ട്. സ്യാത് നാസ്തി അഥവാ ഒരർത്ഥത്തിലില്ല. സ്യാത് അസ്തിച്ച നാസ്തിച്ച അഥവാ ഒരർത്ഥത്തിൽ ഉള്ളതുമില്ലാത്തതുമാണ്. സ്യാത് അവക്തവ്യം അഥവാ ഒരർത്ഥത്തിൽ നിർവചിക്കാനാവാത്തതാണ്. സ്യാത് അസ്തിച്ച അവക്തവ്യം. സ്യാത് നാസ്തിച്ച അവക്തവ്യം. സ്യാത് അസ്തിച്ച നാസ്തിച്ച അവക്തവ്യം എന്നിങ്ങനെ 7 തലങ്ങളിലൂടെ അഥവാ സപ്തഭംഗിയിലൂടെ മാത്രമേ ഒരു വസ്തുവിനെ പൂർണ്ണമായി അറിയാനാകൂ എന്ന് ജൈനർ തർക്കശാസ്ത്രപരമായി സമർത്ഥിച്ചു. ജൈനരുടെ പദാർത്ഥ വിജ്ഞാനവും വ്യാകരണപരമായി വളരെ വ്യത്യസ്തമാണ്. അവർ പ്രപഞ്ചത്തെ ജീവനെന്നും അജീവനെന്നും വിഭജിച്ചു. അനന്തമായ ജ്ഞാനവും ദർശനവും വീര്യവും സുഖവുമുള്ളവയാണ് ജീവനുകൾ അഥവാ ആത്മാക്കൾ. എന്നാൽ അനാദിയായ കർമ്മമാലിന്യങ്ങളാൽ അവ മറക്കപ്പെട്ടിരിക്കുന്നു. അജീവനെ അവർ പുദ്ഗലം, ധർമ്മം, അധർമ്മം, ആകാശം, കാലം എന്നിങ്ങനെ തിരിച്ചു. ഇതിൽ പുദ്ഗലം എന്ന സങ്കല്പം ഭാരതീയ ദർശനങ്ങളിൽ ജൈനർ മാത്രം ഉപയോഗിക്കുന്ന പദമാണിത്. ഇതിന്റെ വ്യാകരണവും നിരുക്തവും നോക്കുക. പൂര്യന്തേ ഗലന്തി ച ഇതി പുദ്ഗല. പരസ്പരം കൂടിച്ചേരുകയും അഥവാ പൂരണ വിഘടിക്കുകയും അഥവാ ഗലന ചെയ്യുന്ന അണുക്കളെയാണ് പുദ്ഗലം എന്ന് വിളിക്കുന്നത്. ഇവയ്ക്ക് സ്പർശം, രസം, ഗന്ധം, വർണ്ണം എന്നീ ഗുണങ്ങളുണ്ട്. അതുപോലെ മറ്റ് ദർശനങ്ങളിൽ ധർമ്മം എന്നാൽ പുണ്യമെന്നോ കടമയെന്നോ ആണെങ്കിൽ ജൈനദർശനത്തിൽ ധർമ്മം എന്നത് തികച്ചും ഒരു സാങ്കേതിക പദമാണ്. ചലനത്തിന് സഹായിക്കുന്ന തത്വമാണ് ധർമ്മം. ഉദാഹരണത്തിന് മത്സ്യത്തിന് നീന്താൻ സഹായിക്കുന്ന ജലം പോലെ ജീവനും പുദ്ഗലത്തിനും ചലിക്കാൻ ധർമ്മം കൂടിയേ തീരൂ. അധർമ്മം എന്നാൽ വിശ്രമത്തിന് അഥവാ സ്ഥിതിക്ക് സഹായിക്കുന്ന തത്വവുമാണ്. ജൈനരുടെ കർമ്മസിദ്ധാന്തം അത്യന്തം സൂക്ഷ്മമാണ്. കർമ്മം എന്നത് വെറുമൊരു പ്രവൃത്തിയല്ല, മറിച്ച് സൂക്ഷ്മമായ ഭൗതിക കണങ്ങളാണ്. അതിനെ കർമ്മവർഗണ എന്ന് വിളിക്കുന്നു. അവിദ്യയും കഷായങ്ങളും, അതായത് ക്രോധം, മാനം, മായ, ലോഭം എന്നീ വികാരങ്ങൾ കാരണം ഈ കർമ്മഗണങ്ങൾ ജീവനിൽ പ്രവേശിക്കുന്ന പ്രക്രിയയെ ആശ്രവം എന്ന് വിളിക്കുന്നു. ജ്ഞാനത്തെ മറയ്ക്കുന്ന ജ്ഞാനാവരണീയം, ദർശനത്തെ മറയ്ക്കുന്ന ദർശനാവരണീയം, സുഖദുഃഖങ്ങൾ നൽകുന്ന വേദനീയം, സത്യത്തെ മറയ്ക്കുന്ന മോഹനീയം എന്നിങ്ങനെ 8 തരം കർമ്മങ്ങളുണ്ട്. തപസ്സിലൂടെയും അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം എന്നീ വ്രതങ്ങളിലൂടെയും പുതിയ കർമ്മങ്ങൾ പ്രവേശിക്കുന്നത് തടയുന്നതിനെ സംവരം എന്നും നിലവിലുള്ള കർമ്മങ്ങളെ എരിച്ചു നശിപ്പിക്കുന്നതിനെ നിർജ്ജര എന്നും വിളിക്കുന്നു. സകല കർമ്മങ്ങളും നശിക്കുമ്പോൾ ജീവൻ അതിന്റെ സ്വരൂപമായ അനന്തജ്ഞാനത്തിലേക്ക് ഉയരുകയും മോക്ഷം പ്രാപിക്കുകയും ചെയ്യുന്നു. ഈശ്വരൻ എന്നൊരു സ്രഷ്ടാവിനെ ജൈനർ അംഗീകരിക്കുന്നില്ല. മറിച്ച് സ്വന്തം പ്രയത്നത്താൽ കർമ്മങ്ങളെ അതിജീവിച്ച് കേവലജ്ഞാനം നേടിയ തീർത്ഥങ്കരന്മാരെയാണ് അവർ ആരാധിക്കുന്നത്. ഉപനിഷത്തുകളുടെ യോഗാത്മകമായ ആന്തരിക അന്വേഷണങ്ങളിൽ തുടങ്ങി ബുദ്ധമതത്തിന്റെ ശൂന്യവാദത്തിലൂടെയും ക്ഷണികവാദത്തിലൂടെയും ജൈനമതത്തിന്റെ സ്യാത്വാദത്തിലൂടെയും കർമ്മസിദ്ധാന്തത്തിലൂടെയും വികസിച്ച ഭാരതീയ ദാർശനിക ചിന്തയുടെ പ്രഥമഘട്ടമാണ് നാം ഇവിടെ പൂർത്തിയാക്കുന്നത്. വിരുദ്ധങ്ങളായ ഈ ചിന്താധാരകൾ പരസ്പരം പോരടിച്ചും കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയും എങ്ങനെയാണ് പിന്നീട് വരുന്ന സാംഖ്യയോഗ, ന്യായ, വൈശേഷിക, മീമാംസ,
വേദാന്ത ദർശനങ്ങൾക്ക് അടിത്തറ പാകിയതെന്നതിന്റെ വിശകലനമാണ് ഈ ഗ്രന്ഥത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ അനാവരണം ചെയ്യപ്പെടുന്നത്.